ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടായ മാങ്ങ കൊണ്ട് അടിപൊളി ഒരു മാംഗോ ഐസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് ഒടുക്കത്തെ സ്മെല്ലാണ് കേട്ടോ. ഒരു കെമിക്കലും ഒന്നും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാൽ ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാറിയതാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങ ഫസ്റ്റ് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നന്നായി കഴുകിയിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എടുത്ത മാങ്ങേൻ്റെ തൊലിയൊക്കെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ഞാനിപ്പോൾ എസൻസ് അല്ല ചേർക്കുന്നത്, ഒരു ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ടും ഐസ് ഉണ്ടാക്കാം കേട്ടോ. പാലൊഴിക്കാണ്ട് പച്ചമാങ്ങ കൊണ്ടും ഐസ് ഉണ്ടാക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ചൂടാറിയ പാലൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണമൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പോപ്സിക്കിൾ മോൾഡിലേക്ക് പതുക്കെ മാറ്റി കൊടുക്കുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഫില്ല് ചെയ്യേണ്ട, കാരണം ഇതിൻ്റെ ക്യാപ്പ് കൂടി വെക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിക്കണ്ടെന്ന് പറഞ്ഞത് ഇതിൻ്റെ ക്യാപ്പ് വെക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒന്ന് കുറച്ച് പുറത്തേക്കായിട്ടുണ്ട്, ബാക്കിയൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഇതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുക. ഒരു 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കുക. ഇത് 8 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിനി ഒരു ഗ്ലാസ്സിലോ മറ്റോ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് താഴ്ത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മുകളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ രണ്ടാമത് വെക്കുന്ന മാംഗോ ഐസിൻ്റെ മുകളിലുള്ളത് ഏലക്കായിൻ്റെ തോടാണ് കേട്ടോ, അത് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.